ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വർഗാരോപണ തിരുനാളിൻ്റെയും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെയും ആശംസകൾ ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. ഇന്നാണ് ആ ദിവസം, ഇന്നാണ് നമ്മുടെ ധ്യാനത്തിൻ്റെ ക്ലൈമാക്സ്. ഈ 5 ദിവസത്തേക്ക് സുവിശേഷ പ്രഘോഷണം കേട്ടും ആരാധനയിൽ പങ്കെടുത്തും നമ്മൾക്ക് കിട്ടിയ കൃപകൾ ഇനി എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് ജീവിക്കുന്നത് എന്ന് കാണുന്നത് ഇതിന് ശേഷമുള്ള ദിവസങ്ങളിലാണ്. നമ്മളെന്തായാലും ഒന്ന് കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് സ്വർഗാരോപിതയായ മാതാവിനെ നമുക്കൊന്ന് ധ്യാനിക്കാം. സ്വർഗാരോപിതയായി സ്വർഗത്തിൽ രാജ്ഞിയായി വിരാജിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി തന്നെ നമ്മൾ ഇന്നത്തെ വചന പ്രഘോഷണം ആരംഭിക്കുകയാണ്. എല്ലാവരും ചേർന്ന് കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എനിക്കും അമ്മേ സ്വർഗത്തിലേക്ക് പോകണം, എനിക്കും അമ്മേ സ്വർഗത്തിലേക്കൊരു യാത്ര ചെയ്യണം. ചേർന്ന് നമുക്കൊന്ന് പാടി പ്രാർത്ഥിച്ചാലോ? സ്വർലോകരാജ്ഞിയ മാതാവേ, സൗവർണ സ്വർഗീയ സൂനമേ, പാവന സ്നേഹത്തിൻ പൂന്തന്നലേ, പരിശുദ്ധ ദൈവത്തിൻ മാതാവേ. ചേർന്ന് പാടിക്കേ. സ്വർലോകരാജ്ഞിയ മാതാവേ, സൗവർണ സ്വർഗീയ സൂനമേ, പാവന സ്നേഹത്തിൻ പൂന്തന്നലേ, പരിശുദ്ധ ദൈവത്തിൻ മാതാവേ. ആവേ 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 മരിയ. ചേർന്ന് പാടിക്ക് എല്ലാവരും. ആവേ 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 മരിയ. ഒരിക്കൽ കൂടി ആവേ. സ്വർഗത്തിൽ പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ തേടി ഒന്ന് പ്രാർത്ഥിച്ചേ. നമ്മുടെ കുടുംബം മുഴുവനെയും അമ്മയുടെ പരിവർത്തനത്തിന് പ്രദർശിച്ചുകൊണ്ട് ഓ അമ്മ മാതാവേ, എന്റെ രോഗങ്ങൾ സമർപ്പിക്കുന്നു. ഇതെല്ലാം സ്വർഗത്തിലേക്ക് പോകാനുള്ള മാർഗമായി തീരാൻ, ഒരു മീൻസ് ആയിട്ട് മാറാൻ, എന്റെ തകർച്ചകളെല്ലാം ഒന്നുകൂടി ഒന്ന് പ്രാർത്ഥിക്കേ. ആവേ 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 മരിയ. സ്വർഗാരൂപിതയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ഈശോ മിശിഹായുടെ വാഗ്ദാനമായ സ്വാതന്ത്ര്യം നൽകുന്ന പരിശുദ്ധാത്മാവിന് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള എല്ലാവരും ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 17-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്: കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്താണ് വചനം? കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ്. പ്രത്യേകം ഒരു സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് വേണ്ടി നമ്മൾ കൊതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. 5-ാം ദിവസം നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? നമ്മൾ ധ്യാനിച്ച കാര്യം മറന്നു പോകരുത്. ഒന്ന്, രാജാവിനോടൊപ്പമാണ് രാജമാതാവിൻ്റെ സ്ഥാനം.
ഇസ്രായേൽ ഒരു രാജ്യമായി സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം രാജാവിനോടൊപ്പമാണ് രാജമാതാവിൻ്റെ സ്ഥാനം. പുതിയ രാജാവ്, അതായത് പുതിയ ഇസ്രായേലിൻ്റെ ആധ്യാത്മികമായ ഒരു രാജ്യം സ്ഥാപിക്കാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന രാജാവായ ഈശോയോട് ഒപ്പം തന്നെയാണ്, ഈശോയോട് ചേർന്ന് തന്നെയാണ് രക്ഷാകര ചരിത്രത്തിൽ മാതാവിൻ്റെ സ്ഥാനം നമ്മൾ കാണുന്നത്. ദൈവമായ സ്ഥാനമല്ല, മാതാവിനെ നമ്മൾ ആരാധിക്കുന്നില്ല, മറിച്ച് ആ വണക്കത്തിൽ നോക്കിക്കേ, രാജ്യം ഭരിക്കുന്ന രാജാവാണെങ്കിലും ആ ഒരു ഒപ്പമിരിക്കാനുള്ള സ്ഥാനം രാജാവ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്, ഈശോ എന്ന രാജാവ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് കൂടിയാണ്. നമ്മൾ കണ്ടു, പിന്നീട് നമ്മൾ കണ്ടു ഈ അമ്മയുടെ മക്കളെ തേടി, ബാക്കിയുള്ള മക്കളെ തേടി, അതായത് എന്നെയും നിങ്ങളെയും തേടി പിശാച് ഉഴറി നടക്കുകയാണ്. നമ്മുടെ പിന്നാലെയാണ് പിശാച്. യഥാർത്ഥമായ സ്വാതന്ത്ര്യം എന്താണ്? ഈ പിശാചിൻ്റെ കരങ്ങളിൽ നിന്നുള്ള മോചനമാണ് യഥാർത്ഥമായ ഒരു സ്വാതന്ത്ര്യം. പ്രിയമുള്ളവരെ, അച്ഛനത് പറയുമ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ആലോചിക്കണം. ചില ബൈബിള് പഠിപ്പിക്കുന്ന തത്വങ്ങൾ അതിൻ്റെതായ രീതിയിൽ അംഗീകരിക്കാൻ ഒരുപക്ഷെ അശുദ്ധാരൂപി നമുക്ക് തടസ്സങ്ങൾ തന്നുകൊണ്ടിരിക്കും നമ്മുടെ കുടുംബത്തിൽ, പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. കാരണം ആദ്യം ശത്രുത ദൈവം സ്ഥാപിക്കുന്നത് സ്ത്രീയും അവളുടെ സന്തതിയുമായിട്ടാണ്. സ്ത്രീയും അവരുടെ സന്തതിയും, അതായത് പുതിയ നിയമത്തിലെ സ്ത്രീ ഹവ്വായായ പരിശുദ്ധ അമ്മയും അവരുടെ സന്തതിയായ ഈശോയും തമ്മിൽ ശരിക്കും ഒരു ശത്രുത സ്ഥാപിക്കപ്പെട്ടതിനാൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാൻ ഒരുപക്ഷെ പിശാച് നമ്മളെ സമ്മതിക്കില്ല. എൻ്റെ ചോദ്യം ഇതാണ്, എന്താണ് നമ്മൾ ഇത്രയും നാൾ കണ്ട വചന വെളിച്ചൽ പരിശുദ്ധ അമ്മയെ ഒന്ന് അംഗീകരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? സ്വർഗാരോപണം എന്ന തത്വം എന്ന ആശയം അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണ്? ദൈവം ചില വ്യക്തികളെ ബൈബിളിൽ പ്രത്യേകമായി ആത്മാവോടും ശരീരത്തോടും കൂടെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അത് ദൈവം കൊടുത്ത ഒരു സ്പെഷ്യൽ പ്രിവിലേജാണ്. അത് ആ വ്യക്തികളുടെ മഹത്വത്തെക്കാൾ ഉപരി ദൈവം അവർക്ക് കൊടുത്ത സ്പെഷ്യൽ അംഗീകാരമാണ്. എന്താണ് അതിനർത്ഥം? നമുക്കറിയാം, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം എന്ന് പറയുന്ന തിയോളജിക്കൽ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ പ്രത്യേകമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. പക്ഷേ എന്തുപയോഗിച്ച് സൃഷ്ടിച്ചു? അതൊരു ചോദ്യമാണ്. മണ്ണിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. എന്നെയും നിന്നെയും സൃഷ്ടിച്ച ദൈവം എന്തുപയോഗിച്ച് സൃഷ്ടിച്ചു? ആത്മാവും ശരീരവും. അതായത് ഫിലോസഫിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ബോഡി സോൾ, അതായത് മാറ്റർ സ്പിരിറ്റ്. ഒരു മാറ്റർ ഉണ്ട്, അതിൻ്റെ പുറകിൽ ഒരു ആത്മാവുണ്ട്. ഈ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ തനതായ ഫോർമാറ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ ഈസ് ഈക്വൽ ടു ബോഡി പ്ലസ് സോൾ എന്ന് നമ്മൾ പറയണം. ആത്മാവും ശരീരവും ഉൾച്ചേർന്നാണ് മനുഷ്യൻ. അതായത് ഒരു മനുഷ്യൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ആത്മാവും ശരീരവും ചേർന്ന് നിൽക്കുമ്പോഴാണ്. ഏത് നിമിഷമാണോ ഒരു മനുഷ്യൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നത്, അപ്പം നമ്മൾ പറയും ഡെഡ് ബോഡി, ചത്തുപോയി, പൂർണ്ണതയില്ല, ആള് തീർന്നു, ജീവിക്കുന്നില്ല, ജീവനില്ല. ഇനി ഒരു മനുഷ്യന് ശരീരമില്ല, ആത്മാവ് മാത്രമാണുള്ളതെങ്കിൽ അവൻ മാലാഖയാണ്, അവൻ ആത്മാവാണ്, സ്പിരിറ്റാണ്. അവനെ മനുഷ്യൻ വിളിക്കാൻ പറ്റില്ല. അത് ഈവിൾ സ്പിരിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏഞ്ചൽസ്, മാലാഖമാരെന്നൊക്കെ പറയുന്നത് പോലെ ഒരാത്മരൂപമാണ്. അവൻ മനുഷ്യനല്ല. പിന്നീട് പൂർണ്ണനായ മനുഷ്യൻ ആരാണ്? ആത്മാവും ശരീരവുമുള്ള ഒരു വ്യക്തിയാണ് പൂർണ്ണനായ മനുഷ്യൻ എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണമേ, മൃഗങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താണ്? പട്ടി, പൂച്ച, എല്ലാത്തിൻ്റെയും പ്രത്യേകത എന്താണ്? ഐറ്റങ്ങൾക്ക് ശരീരമുണ്ട്, ജീവനുണ്ട്. മനുഷ്യനുള്ളതുപോലെ ആത്മാവില്ല. അവർക്ക് ആത്മാവില്ല. അതാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണമേ, ഒരു മനുഷ്യൻ്റെ ഉയർപ്പെന്ന് പറയുന്നത് എന്താണ്? ഒരു മനുഷ്യൻ്റെ ഉയർപ്പെന്ന് പറയുന്നത് മരിച്ചു കഴിയുമ്പോൾ ഇവൻ ആ ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ട് അവൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്ന അവസ്ഥയുടെ പേരാണ് ഉയർപ്പെന്ന് പറയുന്നത്. ശരീരം ഭൂമിയിലിടും, എന്നാൽ അവൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകും. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ സാധാരണ രീതിയിൽ ആസ്വദിക്കാൻ പോകുന്ന
ഉയർപ്പ് എന്ന് പറയുന്നത് അവൻ്റെ ആത്മാവിന് മാത്രം ആസ്വദിക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയിലാണ്. അവൻ്റെ ആത്മാവിന് മാത്രം ആസ്വദിക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയിലാണ് ഉയർപ്പുള്ളത്. എന്നാൽ നമ്മളൊന്ന് ചിന്തിച്ചേ, അപ്പോൾ മനുഷ്യൻ അവൻ്റെ പൂർണ്ണതയിൽ ഉയർപ്പ് ആസ്വദിക്കുന്നുണ്ടോ? മനുഷ്യൻ അവൻ്റെ പൂർണ്ണതയിൽ സ്വർഗം ആസ്വദിക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ആത്മാവാണ് ആ സ്വർഗം ആസ്വദിക്കുന്നത്. ശരീരം അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിച്ചിട്ടില്ല. എന്നാൽ ഇതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് വായിക്കും. ഈശോയുടെ രണ്ടാം വരവിലും വീണ്ടും ഒരു ഉത്ഥാനമുണ്ട്. നമ്മുടെ ശരീരങ്ങൾ കല്ലറന്ന് ഉയർത്തെഴുന്നേൽക്കും. ആ സമയം വീണ്ടും ശരീരത്തോടും ആത്മാവോടും കൂടെ നമ്മൾ കർത്താവിൻ്റെ മുൻപിൽ കടന്നു വരും എന്നുള്ളതിൻ്റെ തെളിവുകളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അധികം ഫോക്കസ് ചെയ്യുന്നില്ല. എന്നാൽ ചില വ്യക്തികളുണ്ട്, ബൈബിളിൽ ചില വ്യക്തികളുണ്ട് ആത്മാവോടും ശരീരത്തോടും കൂടെ, അതായത് പരിപൂർണ മനുഷ്യത്വത്തിൽ സ്വർഗം ആസ്വദിച്ച വ്യക്തി. ഇതിൽ ഒരു എക്സെപ്ഷൻ ഇരിക്കുന്ന ഈശോ മിശിഹായാണ്. ഈശോ പരിപൂർണ മനുഷ്യനായിരുന്നു, പ്ലസ് പരിപൂർണ ദൈവമായിരുന്നു. പക്ഷേ ഒരു പരിപൂർണ മനുഷ്യൻ മാത്രമെന്ന രീതിയിൽ സ്വർഗം ആസ്വദിച്ചിട്ടുള്ള ചില വ്യക്തികളെ നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പരാമർശിച്ചു പോകുന്നു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാം തിരുവചനം. എനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു, ദൈവം അവനെ കൊണ്ടുപോയി. അത്ര ആത്മാവ് ശരീരത്തോടും കൂടി ദൈവം അവനെ കൊണ്ടുപോവുകയാണ്. ശ്രദ്ധിക്കണമേ, മറ്റു പലർക്കും ഉണ്ടായിട്ടുള്ള ഒരു പ്രിവിലേജ് അല്ല ഇത്. നമ്മൾ പല വിശുദ്ധരും ആത്മാവായിട്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നു. ഒരാത്മാവിൻ്റെതായ രീതിയിലെല്ലാം അവർ സ്വർഗം ആസ്വദിക്കുന്നുണ്ട്. 2 ഏലിയ പ്രവാചകൻ, 2 രാജാക്കന്മാർ 2-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഏലിയ പ്രവാചകൻ ആത്മാവോടും ശരീരത്തോടും കൂടെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നുണ്ട്. ഇനി ഇതിലൊന്നും പെടാതെ യഹൂദരുടെ ശക്തമായൊരു പാരമ്പര്യമുണ്ട്. അസംഷൻ ഓഫ് മോസസ് എന്ന് പറയുന്ന ഒരു പഴയകാല ഗ്രന്ഥമുണ്ട്, യഹൂദന്മാരുടെ പാരമ്പര്യത്തിലുള്ളതാണ്. അതിൽ പറയുന്നത് മോശയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നുള്ളതാണ്. യൂദാശ്ലീഹയുടെ ലേഖനത്തിൽ ഒരധ്യായമുള്ളൂ, 9-ാം വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മോശയുടെ ശരീരത്തെ ചൊല്ലിയൊരു തർക്കമുണ്ട്. അതിനേക്കാൾ ഉപരി ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, യേശു രൂപാന്തരപ്പെടുന്ന സമയത്ത് മോശയും ഏലിയായും ഈശോയുടെ അപ്പുറത്തുപ്പുറത്ത് നിന്ന് സംസാരിക്കുന്നത്, ഈശോയോട് സംസാരിക്കുന്നത് ശരീരത്തോടുകൂടി അവർ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഴയ നിയമത്തിൽ പറയുന്ന ഈ കാര്യം, അതായത് പുതിയ നിയമത്തിൽ ഇന്ന് നമ്മൾ പറയുന്ന മാതാവിനെ ദൈവം സ്വർഗാരോപിത എന്ന് പറയുന്നത്, അതായത് ഒരാൾ സ്വർഗത്തിലേക്ക് മറ്റൊരാൾ കൊണ്ടുപോകുന്നു. എന്നാൽ ഈശോയെ കുറിച്ച് എന്താ പറയുന്നത്? സ്വർഗാരോഹണം. സ്വയം സ്വർഗത്തിലേക്ക് പോയി, പക്ഷെ മാതാവ് കൊണ്ടുപോകപ്പെട്ടു. സ്വർഗാരോപിത. രണ്ടിനും തമ്മിൽ വാക്കുകൾ വ്യത്യാസമുണ്ട്. 1 സ്വർഗാരോഹണം, 2 സ്വർഗാരോപിത. മാതാവിൽ സ്വർഗാരോപിതയാണ്. ദൈവമായ പിതാവ് മാതാവിനെ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് സംഭവിച്ചു. ഇത് പുതിയൊരു തത്വമല്ല, പഴയ നിയമം പറയുന്ന ഒരു തത്വമാണ്. ഇനി മറ്റു ചില സഹോദരങ്ങൾ പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ഈ മരിച്ച ആത്മാക്കളോട് പ്രാർത്ഥിക്കുന്നത്? മരിച്ച ആത്മാക്കളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇവരുടെ വാദം ഇതാണ്, ആദ്യത്തെ ഉത്ഥാനം നടക്കുന്നത് ഈശോ മിശിഹ മരിച്ച് കളറിലേക്ക് ഇറങ്ങി, പാതാളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മരിച്ചവരുടെ ഉത്ഥാനം നടന്നത്. അങ്ങനെയെങ്കിൽ ലൂക്ക 9-ാമത്തെ അധ്യായം നമ്മളോട് പറയുന്ന ഈ മോശയും ഏലിയായും ഈശോ മരിക്കുന്നതിന് മുമ്പാണ് ഈശോയുടെ അടുത്ത് വന്നത്. അത് മാത്രമല്ല, കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു, വരാൻ പോകുന്ന ജെറൂസലേമിൽ ആ ദിവസം നടക്കാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുകയാണ്. ആ ആത്മാക്കൾ ഈശോയുടെ അടുത്ത് വന്നു എന്നത് മാത്രമല്ല, ഭാവി പരിപാടിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്താ? വിശുദ്ധ ജീവിതം നയിച്ച് മരിച്ചു പോയിട്ടുള്ള വ്യക്തികൾക്ക് ഉത്ഥാനമുണ്ട്. ഉത്ഥാനം ചെയ്യുക മാത്രമല്ല, ഭാവി പരിപാടികളെ കുറിച്ച് പോലും കർത്താവുമായി ചർച്ച ചെയ്യാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. നോക്കിക്കേ, ഈശോ തന്നെ സുവിശേഷത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യമാണത്. പിന്നെ എന്താണ് നമുക്കൊരു ബുദ്ധിമുട്ട് മാതാവ് സ്വർഗാരൂപിതയായി എന്ന് വിശ്വസിക്കാൻ? ദൈവമായ കർത്താവ് മാതാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ഇത് നമുക്കൊരു ചലഞ്ചാണ്. പ്രിയ മകനെ, മകളെ, നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ തടസ്സമായി നിൽക്കുന്ന ഏക സാധനമെന്ന് പറയുന്നത് അത് പാപമാണ്. അത് ആര് വഴി ലോകത്തിലേക്ക് വന്നു, ആര് കാരണം നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിശാച്, ഈ അമ്മയുടെ ബാക്കി മക്കളെ പിടിക്കാൻ തേടിയെത്തുന്ന പിശാച് നമ്മളുടെ പിന്നാലെ
ഉഴലി നടക്കുകയാണ്. അവന് തല വെച്ച് കൊടുക്കരുത്. മാനുഷികമായ രീതിയിൽ അവനോട് നമ്മൾ സഹകരിക്കരുത് ഒരു കാരണവശാലും. ശ്രദ്ധിക്കണമേ, ഇതിൽ പിശാചിനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമെന്ന് പറയുന്നത് മത്തായി 12:28. മത്തായി 12:28 ഈശോ പിശാചിനെ പുറത്താക്കാൻ ഉപയോഗിച്ച പവർ എന്താണെന്ന് ആ വചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. എന്നാൽ ദൈവാത്മാവിനാലാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കണമേ, എന്നാൽ ദൈവാത്മാവിനാലാണ്. അതിനർത്ഥം എന്താണ്? ഈശോ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ ഉപയോഗിച്ച ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടാണ്. നമ്മൾ വായിച്ചു, ആത്മാവ്, ദൈവം ആത്മാവാണ്. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നിടത്ത് ദുഷ്ടാത്മാവിൻ്റെ ചങ്ങലകൾ പൊട്ടും, ബന്ധനങ്ങൾ അഴിയും. ഈ ആത്മാവിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ ആത്മാവിനെ പുതിയ നിയമം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ വഴിയാണ്. ഈ പരിശുദ്ധ അമ്മ നിമിത്തമാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം ആദ്യമായിട്ട് കടന്നു വരുന്നത്. നമ്മൾ ധ്യാനിച്ച കാര്യമാണ്. പരിശുദ്ധ അമ്മയുടെ ഒറ്റ ചോദ്യമാണ്, ഇതെങ്ങനെ? അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ നടക്കുകയില്ലെന്ന് ഞാൻ അടിവരയിട്ട് പറയുന്ന ചില കാര്യങ്ങൾ, ഒരു തരത്തിലും പോസിറ്റീവായിട്ടൊരു ഹോപ്പ് പോലും ഇല്ലാതെ ഞാൻ നടക്കുകയില്ലെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് എൻ്റെ മനസ്സിൽ ചോദ്യചിഹ്നം ഉയർത്തുന്ന കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ സ്വർഗം എനിക്ക് തരുന്ന മറുപടിയാണ്, പരിശുദ്ധാത്മാവ് വരും മോനെ, പരിശുദ്ധാത്മാവ് വരും. തടസ്സങ്ങൾ നീക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ശ്രദ്ധിച്ചു കേൾക്കണമേ, ഈ പരിശുദ്ധാത്മാവിന് ഈശോ കൊടുത്തൊരു പേരുണ്ട്, സത്യാത്മാവ്. നോക്കിയേ, ഇത് 5-ാം ദിവസമാണ്. കഴിഞ്ഞ 4 ദിവസം പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ കളക്ട് ചെയ്യുന്നത് കേട്ടോ. ഒന്ന്, എങ്ങനെ സാധിക്കും? പരിശുദ്ധാത്മാവ് നമ്മൾ ധ്യാനിച്ചായിരുന്നു. ഈ പരിശുദ്ധാത്മാവാണ് പരിശുദ്ധ അമ്മയെ ഓവർ ഷാഡോ ചെയ്യുന്നത്, ആവരണം ചെയ്യുന്നത്. 2, ഞാൻ നിങ്ങളോട് ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു, സത്യം പറഞ്ഞാൽ പോരായിരുന്നോ? ആദം സത്യം പറഞ്ഞാൽ പോരായിരുന്നോ? ഹവ്വ സത്യം പറഞ്ഞു. ശ്രദ്ധിക്കണമേ, സത്യാത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, സത്യത്തിൻ്റെ പൂർണ്ണത എന്താ? ഈശോ മിശിഹായ, ഈശോയിലേക്ക് നിന്നെ നയിക്കും സത്യാത്മാവ്. പ്രിയ മകളെ, ഞാൻ മഹാരാഷ്ട്രയിൽ വെച്ചൊരു ചേട്ടനെ പരിചയപ്പെട്ടു. ഈ ചേട്ടൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡിഫൻസിൽ ജോലി ചെയ്യുന്നൊരു ചേട്ടനായിരുന്നു. ഈ ചേട്ടൻ ഇങ്ങനെ ഒത്തിരി പ്രാർത്ഥിക്കുന്നൊക്കെ കണ്ടപ്പോൾ ചേട്ടനായിട്ടൊരു കൗതുകത്തിൻ്റെ പുറത്തെ പരിചയപ്പെട്ട ചേട്ടന് ദൈവാനുഭവം തന്നെ. അപ്പം അദ്ദേഹം പറയുകയാണ്, അച്ഛാ, ഞാൻ ഡിഫൻസിൽ ജോലി ചെയ്തിട്ട് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു. ഡിഫൻസിലൊക്കെ ജോലി ചെയ്യുമ്പം പ്രൈവറ്റായിട്ട് ചില ബിസിനസ് തുടങ്ങാൻ പാടില്ല. പക്ഷേ പ്രൈവറ്റായിട്ടൊരു ഫിനാൻസ് കമ്പനി തുടങ്ങി. ഞാൻ മാത്രമല്ല അച്ഛാ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവർ പ്രോത്സാഹിപ്പിച്ചതിനുകൂടിയാണ്. അവരൊക്കെ ആയിരുന്നു എൻ്റെ ഷെയർ ഹോൾഡേഴ്സ്. ഞങ്ങളങ്ങനെ കമ്പനി തുടങ്ങി. ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പം ഇവന്മാരെല്ലാവരും അവരുടെ ഷെയർ അങ്ങ് വിഡ്രോ ചെയ്തു. ഞാൻ കടക്കാരനായി, എൻ്റെ കയ്യിൽ കാശില്ലാതെയായി. ഈ കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക്, പണം ഇൻവെസ്റ്റ് ചെയ്ത അതിൻ്റെ ഉടമസ്ഥർക്ക് പണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ അവിടെ നിന്ന് മുങ്ങി. കാരണം ഭീഷണിയായി ഗുണ്ടകൾ വീട്ടിൽ വരാറുണ്ടായിരുന്നു. എനിക്കവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മുങ്ങി. അങ്ങനെ മുങ്ങിയാണ് ഇദ്ദേഹം ബോംബെയിലെ താബോർ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ഞാൻ അവിടെ ആദ്യത്തെ ധ്യാനം കൂടി, 2ാമത്തെ ധ്യാനം കൂടി, 3ാമത്തെ ധ്യാനം കൂടി. ധ്യാനം കൂടുതലല്ല കേട്ടോ എൻ്റെ ഉദ്ദേശം. കാരണം അവിടെ നിന്ന് പുറത്തിറങ്ങി അവന്മാർ പിടിക്കും. രക്ഷപ്പെടാൻ വേണ്ടി അവിടെ ഒളിച്ചിരുന്നു. 3-4 ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡയറക്ടറച്ഛനെ ഈ പുള്ളി നോട്ട് ചെയ്തു. എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, എന്നാ പരിപാടി, കുറേ ആയല്ലോ. ഇപ്പോൾ ഡയറക്ടറച്ഛനോട് കാര്യമെല്ലാം പറഞ്ഞു. ഇപ്പോൾ ഡയറക്ടറച്ഛൻ പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കാൻ പറ്റുകയില്ല, എന്തായാലും ഇയാൾ വീട്ടിലേക്ക് പൊക്കോ. ദൈവം ഇയാളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്, പൊക്കോ. ഈശോ പറഞ്ഞ പോലെ ആ വാക്കുകൾ അദ്ദേഹം അങ്ങ് സ്വീകരിച്ചു. ഈശോ പറഞ്ഞില്ലേ കുഷ്ഠരോഗിയോട്, പോയി അച്ഛന് കാണിച്ചു കൊടുക്കടാ, പോയി പുരോഹിതന് കാണിച്ചു കൊടുക്കുക. എന്തുറപ്പിലാ പിള്ളേർ പോയത്? 10 എണ്ണം ഒക്കെ ചീഞ്ഞളിഞ്ഞ ശരീരമായിട്ട് ഒറ്റ ഉറപ്പിൽ. പറഞ്ഞത് ഈശോയാണല്ലോ, ഈശോ ഞങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ, അത് മതി. ഈ ഒരു ഉറപ്പിൽ ഇദ്ദേഹം പറയാ, എന്തായാലും ഇനി രക്ഷയില്ല, തിരിച്ചു പോകാൻ തീരുമാനിച്ചു. പോണ വഴിക്ക് താബോർ വോയിസ് എന്ന് പറയാൻ ഞങ്ങളുടെ ഒരു മാഗസീൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു കെട്ടെടുത്തുകൊണ്ട് ഇദ്ദേഹം വീട്ടിലേക്ക് പോയി. ഇദ്ദേഹം വീട്ടിലുണ്ടെന്ന് അറിഞ്ഞ സമയത്ത് തന്നെ അന്ന് വൈകിട്ട് ഈ ഗുണ്ടകൾ അതിൻ്റെ തലവനൊക്കെ ആയിട്ട് അവിടെ വന്നേക്കാണ്. അതായത് ഈ പൈസ
നിക്ഷേപിച്ച ഒരു മേജർ ഷെയർ ഹോൾഡേഴ്സിൽ ഒരാൾ പുള്ളിയുടെ വീട്ടിലേക്ക് വന്നേക്കാണ്. വന്നിട്ട് വാതിൽ മുട്ടുന്നു. ഒടുവിൽ ഭാര്യയൊക്കെ കരയുന്നുണ്ട്, പോവണ്ട, പോയല്ലേ പറ്റൂ. വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഇപ്പം ഈ ഗുണ്ടാ തലവൻ ഈ പ്രമാണി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറയാം, ജോസഫ് നീ ഇത്രയും നാൾ എവിടെയായിരുന്നു? ഞാൻ നിന്നെ അന്വേഷിച്ച് എടുക്കാറുണ്ട്. പറഞ്ഞു, ചേട്ടാ എൻ്റെ കയ്യിൽ കാശില്ല, ഇപ്പോഴും കാശില്ല. അപ്പം പറഞ്ഞു, കാശിന് വേണ്ടിയിട്ടല്ല ഞാൻ അന്വേഷിച്ചത്, നിന്റെ അടുത്തൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ. എന്നാ? എനിക്ക് തരാനുള്ള കാശ് സാവകാശം തന്നാൽ മതി, സമയം കൊടുത്ത് തന്നാൽ മതി, പിന്നെ പലിശ വേണ്ട, മുതൽ മാത്രം തന്നാൽ മതി. ഈ പുള്ളി ഒന്ന് പിച്ച് നോക്കുകയാണ്, സ്വപ്നമാണോ ഒറിജിനലാണ് ചോദിച്ചു. അതെ, എന്താ സംഭവിച്ചത്? അതും എനിക്കറിഞ്ഞൂടാ. നീ ആരോടാ പ്രാർത്ഥിച്ചത്? അതൊന്നും എനിക്കറിഞ്ഞൂടാ. ഒരു ദിവസം ഞാനിങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് എന്നെ ആരോ തട്ടി എണീപ്പിച്ചു. ഞാൻ കാണുന്നത് നല്ല ഒരു വെള്ള വസ്ത്രമൊക്കെ ഇട്ട് താടിയും മുടിയൊക്കെ ഇട്ട ഒരാള് എൻ്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, അതെ ജോസഫ് എൻ്റെ ആളാ, അവന് നേരെ നീ കൈ ഉയർത്തിയ ഞാൻ നിന്നെ വെറുതെ വിടുകയല്ല. ജോസഫ് എൻ്റെ ആളാണ്, അവന് നേരെ നീ കൈ ഉയർത്തിയാൽ ഞാൻ നിന്നെ വെറുതെ വിടുകയല്ല. ഇത് പറഞ്ഞതും ആ രൂപം അപ്രത്യക്ഷമായി. ഞാനിത് ഭാര്യയോട് പറഞ്ഞു, എൻ്റെ പൊന്നു മനുഷ്യ, കളിക്കാൻ പോയേക്കരുത്, അവൻ്റെ മൂർത്തി, അവൻ ആരാധിക്കുന്ന ആ മൂർത്തി വളരെ പവർഫുൾ ആണ്, പോയേക്കല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യന് ഭയങ്കര സന്തോഷമായി. അപ്പം എന്തായാലും പോവാൻ നേരത്ത് ഈ പുള്ളി ദൈവത്തിന് നന്ദി പറഞ്ഞു, ഈശോയ്ക്ക് നന്ദി പറഞ്ഞിട്ട് ഈ താബോർ വോയിസിൻ്റെ ഒരു കോപ്പി, 1 മിനിറ്റ് ഞാനൊരു പുസ്തകം തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ താബോർ വോയിസിൻ്റെ ഒരു കോപ്പി ഈ ഗുണ്ടാ നേതാവിന് ഈ പ്രമാണിക്കെടുത്തും കൊടുത്തു. അത് പിടിച്ചോന്ന് പറഞ്ഞിട്ട് ഈ പുള്ളി താബോർ വോയിസിൻ്റെ കോപ്പി എടുത്തിട്ട് ആ കവർ പേജിലേക്ക് നോക്കിയതും ആ പുസ്തകം താഴേക്കിട്ടു. എന്താ എന്ന് പറഞ്ഞാൽ താഴേക്കിട്ടു. എന്നാ? ഈ പുള്ളിയാണ് രാത്രി എൻ്റെ അടുത്ത് വന്നതെന്ന്. ഈ പുള്ളി, അതായത് താബോർ വോയിസിൽ അതിൻ്റെ കവർ പേജിൽ പ്രിന്റ് അടിച്ച് വെച്ചിരുന്ന കർത്താവിൻ്റെ ആ ഫോട്ടോ കണ്ട് ഈ മനുഷ്യൻ പറയാം, ഈ മനുഷ്യനാണ് എൻ്റെ അടുത്ത് രാത്രി വന്നതെന്ന് പറഞ്ഞു. ഇത് ഞങ്ങളുടെ ദൈവമാ, ഇത് ഞങ്ങളുടെ ഈശോ മിശിഹായ. ഓക്കെ, ഈശോ മിശിഹ യുദ്ധം ചെയ്തു. ഇനി ഇതൊന്നുമല്ല, ഇപ്പൊ എന്താ പ്രശ്നം? ഡിഫൻസ് കോർട്ട് ഇദ്ദേഹത്തെ പിടിക്കുകയാണ്. അതായത് ഇദ്ദേഹം ഡയറക്റ്റ് വയലേഷൻ, ഒരു നിയമം ഡയറക്റ്റായിട്ട് തെറ്റിക്കുക ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കോടതിയിലേക്ക് പോവാം. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റും, ഇദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. കൂട്ടുകാരൊക്കെ പറഞ്ഞു, എടാ ഒരു രക്ഷയില്ല, നിനക്ക് രക്ഷപ്പെടാൻ യാതൊരു വകുപ്പുമില്ല. പക്ഷെ വക്കീല് പറഞ്ഞു കൊടുത്തു, ഞാൻ പറയുന്നത് പോലത്തെ ഒരു കഥ പറയണം. വക്കീലന്മാരും മിടുക്കന്മാരാണല്ലോ പലപ്പോഴും, നമുക്ക് ഇതിന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട്. ഞാൻ ആക്ഷേപിക്കല്ല കേട്ടോ, സാധാരണ അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം എന്തായാലും അവന് നല്ലൊരു കഥ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അവർ പറയണം, ഞാൻ പറയുന്ന പോലെ തന്നെ നീ കഥ പറയണം. അങ്ങനെ പുള്ളി പഠിപ്പിച്ചു കൊടുത്ത കഥയൊക്കെ ഫിക്സാക്കി ഈ ചേട്ടൻ കോടതിയിലേക്ക് പോകുമ്പോൾ, അവർക്ക് സ്പെഷ്യൽ കോർട്ടാണ്, ഡിഫൻസ് കോർട്ടാണ്, അറിയാലോ. അപ്പം കോടതിയിലേക്ക് പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മ ഇദ്ദേഹത്തെ ഫോൺ വിളിക്കുകയാണ്. അമ്മ ഫോൺ വിളിച്ചിട്ട് പറയാം, മോനെ എന്തു വന്നാലും സത്യം മാത്രമേ പറയാവൂ, മോനെ സത്യം മാത്രമേ പറയാവൂ. അമ്മേനെ ഒത്തിരി സ്നേഹിച്ചിരുന്ന മനുഷ്യനെ അദ്ദേഹം. അങ്ങനെ കോടതി കയറി. കോടതിയിലൊക്കെ കയറി എല്ലാ വാദമൊക്കെ കഴിഞ്ഞപ്പം ജഡ്ജി ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ കുറ്റം സമ്മതിക്കുന്നത്, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് ചോദിച്ചു. അപ്പം അഡ്വക്കേറ്റ് വിചാരിച്ചു അഡ്വക്കേറ്റ് പറഞ്ഞ കഥ പറയും. പക്ഷേ ഈ ചേട്ടൻ പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല, ഇത് ഞാൻ ചെയ്ത തെറ്റാണ്, ഐ അക്സെപ്റ്റ് മൈ മിസ്റ്റേക്ക്, ഞാൻ ചെയ്തത് ഞാൻ അംഗീകരിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണമേ, ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാന വിഷയമാക്കിയതാണ്. ടുഡേ ഈസ് ദ ക്ലൈമാക്സ്. ഇന്ന് ക്ലൈമാക്സ് ആണ്, ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അപ്പം ഞാൻ സമ്മതിക്കുന്നു, തെറ്റ് ഞാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം തന്നെ അഡ്വക്കേറ്റ് തലയെ കൈവച്ചു, കൂട്ടുകാരെല്ലാവരും തലയെ കൈവച്ചു. എല്ലാം തീർന്നു, എല്ലാ വഴിയും അടഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ജഡ്ജ് ഫയലെല്ലാം ചെക്ക് ചെയ്തിട്ട് മേധാവികളോട് ചോദ്യം ചോദിച്ചു, ഈ മനുഷ്യൻ ഇതിനു മുമ്പ് ഇങ്ങനത്തെ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടോ? അവർ പറഞ്ഞു ഇല്ല. പുള്ളിയുടെ ഈ കരിയറിൽ എപ്പോഴെങ്കിലും റെഡ് മാർക്ക് വീണിട്ടുണ്ടോ? ഇല്ല. എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഇതൊരു ഫസ്റ്റ് വാണിംഗ് ആയിട്ട് എടുത്ത് ഇദ്ദേഹത്തിനൊരു വാണിംഗ് കൊടുത്ത് വിട്ടുകൂടാ എന്ന് പറഞ്ഞിട്ട് ജഡ്ജി എഴുതുകയാണ്, ഇത് ഇദ്ദേഹത്തിനൊരു ഫസ്റ്റ് വാണിംഗ് ആയിട്ട് കൊടുക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം എന്ന രീതിയിൽ ഒരു ഫസ്റ്റ് വാണിംഗ് ആയിട്ട് എഴുതി വിധി പ്രസ്താവിക്കുന്നു. ഈ കേസിൽ നിന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായി മുക്തി കൊടുക്കുന്നു. നോക്കിക്കേ, സത്യാത്മാവ് മുക്തി തരുന്നു. സത്യാത്മാവ്. നീ സത്യം പറയാൻ പഠിക്കണം കേട്ടോ. ചില സംശയരോഗികളായ ഭാര്യമാരുടെ മുമ്പിലും ഭർത്താക്കന്മാരുടെ മുമ്പിലും
നുണക്കഥകളൊക്കെ പറയുന്നവരെ കണ്ടിട്ടുണ്ട്. പേടിച്ചിട്ടാ, എനിക്കറിയാം, പേടിച്ചിട്ടാ പറയുന്നത്. ഞാൻ അവിടെ പോയിന്നെങ്ങാനും പറഞ്ഞാൽ പിന്നെ അതായി അച്ഛാ 100 കൂട്ടം സംശയങ്ങൾ. പക്ഷെ സത്യം പറ, കുറേ സത്യം പറഞ്ഞു കഴിയുമ്പം ഇവർക്കൊരു വിശ്വാസം ജനറേറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ എന്തെങ്കിലും നുണ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അത് പിശാച് വെളിപ്പെടുത്തും. അത് വെളിപ്പെടുത്തും, പിന്നെ നിങ്ങളുടെ ജീവിതം ദുരന്തമായിട്ട് മാറും. സത്യം അത് ബൈബിളിൽ പറയുന്നത്, മരിക്കേണ്ടി വന്നാലും സത്യം കൈവെടിയരുത്. സത്യത്തിൻ്റെ ആത്മാവ്. അപ്പോൾ ഈ സത്യം നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. നമ്മൾ ധ്യാനിച്ച വിഷയമാണ്. ഇനി ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. മോഡേൺ നാളുകളിൽ നിങ്ങളത് വിശ്വസിക്കൂല എന്നറിയില്ല, കത്തോലിക്ക സഭയുടെ മതബോധനം പഠിപ്പിക്കുന്ന കാര്യമാണ്, പിശാച് റിയലാണ്, ഒറിജിനലാണ്, അവനൊരു വ്യക്തിയാണ്. പിശാചിൻ്റെ തന്ത്രങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ദൈവപുത്രൻ വന്നിരിക്കുന്നത്. പിശാച് ഒറിജിനലാണ്, പിശാച് ഒരു വ്യക്തിയാണ്. പിശാച് വ്യക്തിയാണ്. ശ്രദ്ധിക്കണമേ, ഞാൻ മഹാരാഷ്ട്രയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഒരു പിള്ളേർക്കൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷെ ഓരോരോ പരിപാടിക്കും ആ പൂജയ്ക്കും ഈ പൂജയ്ക്കൊക്കെ പോയിട്ട് ഓരോ സാധനം തിന്നിട്ട് വന്നു കഴിയുമ്പം ഇവരുടെ ലെവല് മാറിപ്പോയി, ഇവരെ പിടിച്ച് കിട്ടാത്ത അവസ്ഥയിലായിപ്പോയി. പിന്നെ വന്ന് ഡെലിവറൻസ് പ്രാർത്ഥനയൊക്കെ നടത്തി കഴിയുമ്പം ഇവരെ കഴിച്ച സാധനമൊക്കെ ഛർദ്ദിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, പണ്ടം കണ്ടോ വിഴുങ്ങിയ സാധനമാണ്. ഇവർ പറയും ഛർദ്ദിച്ച് കഴിയുമ്പോൾ, ഇത് ഇത്ര നാളെ മുമ്പ് ഞാൻ കഴിച്ച സാധനമാണ്, ഡൈജസ്റ്റ് ആവാതെ അവിടെ കിടക്കുകയാണ്. ഈ സാധനം എപ്പോൾ പോകുന്നോ അതായത് ഈ മന്ത്രവാദം, കൂടോത്രം, ഈ സാധനങ്ങളെല്ലാം വളരെ പ്രബലമാണ്. അതുമാത്രം നമ്മുടെ പിള്ളേർ ഈ സോഷ്യൽ മീഡിയയിലെ VFX, മാട്രിക്സ് ഇതൊക്കെ കണ്ട് അതുപോലെ ആവാൻ വേണ്ടി ഒത്തിരി സാത്താനിക ആരാധനാ കേന്ദ്രങ്ങളെ സമീപിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഞാൻ ഓർക്കുന്നു, അമേരിക്കയിലുള്ള എനിക്ക് വളരെ പരിചയമുള്ള ഒരു കുടുംബമുണ്ട്. അപ്പോൾ ഈ കുടുംബത്തിൽ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് എന്നെ ഫോൺ വിളിച്ചിട്ട് പറയും, ആ അച്ഛൻ്റെ നമ്പർ തരുമോ, ഈ അച്ഛൻ്റെ നമ്പർ തരുമോ. അപ്പോൾ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഈ ചേച്ചി ചോദിക്കുന്ന നമ്പറുകളെല്ലാം തന്നെ ഡെലിവറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന അച്ഛന്മാരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും ഒരച്ഛനാണ്, എന്താണ് പ്രശ്നം? അപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞ അച്ഛൻ വിശ്വസിക്കുകയില്ല, പക്ഷെ അച്ഛനെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടത്തുമില്ല. ഞാൻ പറഞ്ഞു, എന്താ കാര്യം? അച്ഛാ, ഞങ്ങളുടെ വീട്ടിലൊരു പൈശാചിക അറ്റാക്കുണ്ട്, പിശാച് ബാധയുടെ പ്രശ്നമുണ്ട്, പുതിയ വീട് ഞങ്ങൾ മേടിച്ചില്ലേ, അതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് പ്രശ്നം? അതെങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഞാനും പ്രാർത്ഥിക്കാം. എൻ്റെ അച്ഛാ, കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന പല വൈദികരും വന്ന് പ്രാർത്ഥിച്ചിട്ട്, ബിഷപ്പ് വരെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടന്നിട്ടില്ല, പിന്നെയാണോ അച്ഛൻ? എന്താ പ്രശ്നം? ചുമ്മാ നിസ്സാരമായ പ്രശ്നമാണ്. രാത്രി കിടന്നുറങ്ങുമ്പോൾ ടോയ്ലറ്റിലെ ഫ്ലഷ് തന്നെ ഓണാവുക, ടാപ്പൊക്കെ തന്നെ തുറക്കുക, വീട്ടിലെ കോളിംഗ് ബെല്ല് തന്നെ അടിക്കുക. ഇവർ ക്യാമറയിലൊക്കെ നോക്കുമ്പോൾ ആരുമില്ല കോളിംഗ് ബെല്ല് അടിക്കുന്ന സമയത്തൊന്നും. വീട്ടിലെ പിള്ളേരൊക്കെ ആരൊക്കെ അവിടെ നിൽക്കുന്നത് കാണുക. ഇതെല്ലാം കണ്ട് 21-ാം നൂറ്റാണ്ടാണ്, വിശ്വസിക്കാൻ പാടില്ല. ഇത് റിയലാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. റിയലാണ്, റിയൽ. എന്നിട്ട് അപ്പം പറഞ്ഞു, ഞങ്ങളിങ്ങനെ മാറി പ്രാർത്ഥിച്ചു, ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യ്, ആ വീട് വിറ്റ് വേറെ വീട്ടിൽ പോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട് അച്ഛാ. എന്ത് പ്രശ്നം? ഡാനിയേൽ അച്ഛൻ്റെ ഒരു പ്രസംഗം കേൾക്കാൻ ഇട വന്നു എൻ്റെ ഭർത്താവ്. ഡാനിയേൽ അച്ഛൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ പിശാചിനെ പേടിച്ച് നമ്മൾ ഓരോ സ്ഥലം വിട്ട് ഓടിപ്പോവുകയാണെങ്കിൽ ഈശോ പിശാചിനെ കീഴടക്കി എന്ന് പറയുന്നതുകൊണ്ട് എന്താ അർത്ഥമുള്ളത്? പിശാചിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം തന്നു എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? അവിടെ നിന്ന് തോപ്പിക്കുകയാണെങ്കിൽ പിശാചിനെ തോപ്പിക്കണം, പിശാച് കീഴടങ്ങണം. എൻ്റെ കർത്താവ് അവനെ തോപ്പിച്ചതാണ്, ആ സ്വാതന്ത്ര്യം എനിക്ക് കിട്ടണം. ഭർത്താവ് പറഞ്ഞു, പോവില്ല. ഈ വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ പിശാച് പോകണം, നമ്മൾ പോവില്ല. കുറച്ച് കാലം കഴിഞ്ഞപ്പം ഈ ചേച്ചി ഫോൺ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി ആരുടെ നമ്പറാണ് ചേച്ചി വേണ്ടത്? പറഞ്ഞു, ഇനി നമ്പർ വേണ്ട അച്ഛാ, ഞാൻ വിളിച്ചത് ഞങ്ങൾക്ക് ഡെലിവറൻസ് കിട്ടി. ഞാൻ ചോദിച്ചു, ആര് പ്രാർത്ഥിച്ചു? ഞങ്ങൾ പ്രാർത്ഥിച്ചു. എങ്ങനെ? അച്ഛാ, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഒന്ന് സ്ട്രോങ് ആക്കി. 2, ഐ റിപ്പീറ്റ്, ഹന്നാം വെള്ളം ഉപയോഗിക്കാൻ തുടങ്ങി. കുടിക്കുന്ന വെള്ളത്തിൽ, കുളിക്കുന്ന വെള്ളത്തിൽ, ഇതിലെല്ലാം ഹന്നാം വെള്ളം ഉപയോഗിക്കുന്നു. 3, സമയം കിട്ടുമ്പോഴൊക്കെ വീട്ടിൻ്റെ അന്തരീക്ഷത്തിൽ മുഴുവൻ ഗ്രിഗോറിയൻ മ്യൂസിക്. ഈ യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടും. യൂട്യൂബിൽ പോയി ഗ്രിഗോറിയൻ ചാൻറ്റ്, അതായത് ലത്തീൻ ഭാഷയിൽ മൊണസ്ട്രീസിലൊക്കെ പ്രാർത്ഥിക്കുന്ന സഭയുടെ ചില പ്രാർത്ഥന, നമുക്കറിയാമല്ലോ സഭയുടെ ഔദ്യോഗിക ഭാഷയാണ് ലാറ്റിൻ. പല എക്സോസിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട്, ഭൂതോച്ചാടനും പറഞ്ഞിട്ടുണ്ട്, ഈ ഭാഷയിലുള്ള പ്രാർത്ഥനകൾക്ക് പവറുണ്ട്. അപ്പം ആ ഭാഷയിലുള്ള പ്രാർത്ഥന പ്ലേ ചെയ്തുകൊണ്ടിരുന്നു. ചാപ്ലറ്റ് ടു സെൻറ്റ് മൈക്കിൾ ഇത് പ്ലേ ചെയ്തുകൊണ്ടിരുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് റോസറി, ലാറ്റിൻ ഭാഷയിലുള്ള ജപമാല മ്യൂസിക് സിസ്റ്റത്തിൽ പ്ലേ ചെയ്തുകൊണ്ടിരുന്നു. കുർബാന ഞങ്ങൾ മുടക്കാതെയായി. അങ്ങനെ വന്ന സമയത്ത് തന്നെ ഈ പിശാച് ഞങ്ങളെ വിട്ടുപോയി. നോക്കിക്കേ, ശക്തനുണ്ടെങ്കിൽ പിശാചിന് വീട്ടിൽ നിൽക്കാൻ പറ്റുകയില്ല. അവരുടെ ഉറപ്പ് കണ്ടോ? ഭർത്താവിൻ്റെ വിശ്വാസം കാണേണ്ടത്. തോക്ക് കാണേ പിശാച് തോറ്റോണം.
അല്ലാതെ പിന്നെ കർത്താവ് സ്വാതന്ത്ര്യം തന്നു എന്നുള്ള എൻ്റെ അർത്ഥമുള്ളത് സ്റ്റേൺ ആയിട്ട് സ്ട്രോങ് ആയിട്ട് ഒരു സമയത്തിലാണ് നമ്മളിപ്പം, അതായത് അന്നാം വെള്ളവും ഈ വെഞ്ചരിച്ചുപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ട സമയമായി പ്രിയമുള്ളവരെ. അതുപയോഗിച്ച് വിശ്വാസത്തോടെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്ക്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടും, നിങ്ങൾക്ക് വിടുതൽ കിട്ടും. നമ്മുടെ മക്കൾക്ക് ഭക്ഷണത്തിലൊക്കെ വെഞ്ചരിച്ച് ഉപ്പ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങുക, വലിയ ഡെലിവറൻസ് നിങ്ങൾക്ക് കിട്ടും, വലിയ ഡെലിവറൻസ് കിട്ടും. അപ്പം അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഏതാനും ചില എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഒരുമിച്ച് എനിക്ക് സ്വർഗത്തിലേക്ക് എടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതല്ല എൻ്റെ വീട്, സ്വർഗമാണ് എൻ്റെ വീടെന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോവുക, ജീവിക്കുക. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ശരീരത്തിൽ സ്വർഗം ആസ്വദിക്കാനായിട്ട് തയ്യാറെടുക്കുക, സ്വർഗത്തിലെ സുഖവും സന്തോഷത്തിൽ മുന്നോട്ട് പോവുക. 2, പിശാചിൻ്റെ തന്ത്രങ്ങളെ എതിർക്കാൻ മാനുഷികമായി ചെയ്യാവുന്ന ദൈവീക കാര്യങ്ങൾ ചെയ്യുക. ദൈവം നിന്നെ അനുഗ്രഹിക്കും. പൂർണ്ണമായൊരു സ്വാതന്ത്ര്യം നീ അനുഭവിക്കും. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി സ്വർഗാരോഹണ തിരുനാളിൻ്റെ മംഗളാശംസകളും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആശംസകളും നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാ, മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ചേർന്ന് പാടി ആരാധിച്ചേ. ആരാധിച്ച് പാടട്ടെ. ആരാധന. എല്ലാവരും ചേർന്ന് ആരാധന. എല്ലാവരും ചേർന്ന് ആരാധന. ആരാധന. ഇരുകരണം നെഞ്ചോട് ചേർത്ത് വെച്ചോ. ആരാധിച്ചു പാടട്ടെ. അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. സ്വർഗവാസികളോട് ചേർന്ന് പാടിക്കോ. സ്വാതന്ത്ര്യത്തോടെ പാടിക്കേ. ദൈവമക്കൾക്കെടുത്ത സ്വാതന്ത്ര്യത്തോടെ സ്വതന്ത്രമായി നാവിനെ സ്വതന്ത്രമായി വിട്ട് ഹല്ലേലൂയ പാടി പ്രാർത്ഥിച്ചേ. ഓ കർത്താവേ, എല്ലാവരും ചേർന്ന് നിന്റെ രൂപവും ഭാവവും കർത്താവേ എന്നിൽ തെളിഞ്ഞ്
തെളിഞ്ഞിടണം കർത്താവേ. നിന്റെ രൂപവും നിന്റെ ഭാവവും എന്നിൽ തെളിഞ്ഞിടണം കർത്താവേ. ഭാവവും എന്നിലാകട്ടെ. ആത്മാവോടും ശരീരത്തോടും കൂടെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ആഗ്രഹം ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ. ശക്തിയും അമ്മ ഞങ്ങൾക്ക് മാതൃകയാണ്. എന്നിൽ കവിഞ്ഞിട. നിന്റെ രൂപവും ഭാവവും എന്നിൽ തെളിയട്ടെ കർത്താവേ. നിറയട്ടെ 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 നിറയട്ടെ. എല്ലാ പൈശാചിക രൂപങ്ങളും എല്ലാ പൈശാചിക സ്വാധീനങ്ങളും യേശുനാമത്തിന്റെ യേശുവിന്റെ ഛായയും സാദൃശ്യവും കർത്താവേ അത് ബൂസ്റ്റ് ചെയ്യപ്പെട്ട് തകർന്ന് തരിപ്പിടമാകട്ടെ. ചേർന്ന് പാടിക്കേ. ആദ്യവും ആദ്യനും അന്ത്യനും നീ മാത്രമേ. സ്വർഗവാസികളോട് ചേർന്ന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കുടുംബം ഒന്നായി ചേർന്ന് ആരാധിക്കട്ടെ ആരാധിക്കട്ടെ ആരാധിക്കട്ടെ. ആരാധനാ ഗീതികൾ ഹല്ലേലൂയ. വീട് മുഴുവൻ മുഴങ്ങട്ടെ മുഴങ്ങട്ടെ. അന്തരീക്ഷം ശുദ്ധമാകട്ടെ. എല്ലാ അന്ധകാര ശക്തികളുടെയും പൈശാചിക ശക്തികളുടെയും സ്വാധീനങ്ങൾ നിങ്ങളുടെ ഭവനത്തെ വിട്ടുപോകട്ടെ വിട്ടുപോകട്ടെ. ഇത് കേൾക്കുന്ന ഇത് കർണപുടങ്ങളിൽ സ്പർശിക്കുന്ന എല്ലാവരിൽ നിന്നും എല്ലാ പൈശാചിക സ്വാധീനങ്ങളും വിട്ടുപോകട്ടെ വിട്ടുപോകട്ടെ. യേശുനാമത്തിൽ 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 പ്രാർത്ഥിച്ച് 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 കരങ്ങൾ ഉയർത്തി സ്തുതിച്ചോ സ്തുതിച്ചോ സ്തുതിച്ചോ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. മത്തായി 12:28. ദൈവാത്മാവിനാലാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. മക്കളെ, ദൈവം ആത്മാവാണ്. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ചെറുത് പാടിക്കേ. ദാഹിച്ച് ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ഓ, സത്യത്തിന്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. ദാഹിച്ചു പ്രാർത്ഥിച്ച്. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വിളിച്ചു പ്രാർത്ഥിച്ചേ. ആത്മാവാം ദൈവമേ വരണേ. പിശാചുക്കളുടെ മേൽ വിജയം വരിക്കാൻ ഈശോ ഉപയോഗിച്ച ശക്തിയെ പരിശുദ്ധാത്മാവേ ഇറങ്ങി വരാ ഇറങ്ങി വാ. എന്റെ ഹൃദയത്തിൽ എന്റെ കുടുംബത്തിൽ ഞങ്ങളുടെ വീടിന്റെ പരിസരങ്ങളിലെല്ലാം ഞങ്ങളുടെ മക്കളിലെല്ലാം ഈശോയെ കണ്ണുനീർ പ്രാർത്ഥിക്കുന്ന എല്ലാ അപ്പന്റെയും അമ്മയുടെയും പ്രാർത്ഥന കേട്ട് ആ മക്കളിലേക്ക് ഈ നിമിഷം ദൈവാത്മാവ് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. യേശുവേ, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹത്തോടെ പ്രാർത്ഥിച്ചേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ.
ബാംഗ്ലൂരിൽ നേഴ്സിംഗിന് പഠിക്കുന്ന ഒരു മകൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥന ഈശോ കേൾക്കുന്നു. അവളെ കെട്ടുകളിൽ നിന്ന് ഈശോ മോചിപ്പിക്കുന്നു. റോഹൻ എന്ന മകനെ കർത്താവ് തൊടുന്നു. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. മദ്യപാനിയായ ഭർത്താവിന്റെ കെട്ടുകൾ ഈശോ മെസ്സിയ മദ്യപാനത്തിന്റെ ബന്ധനം അഴിഞ്ഞു വീഴുന്നു. വിശ്വാസത്തോടെ ക്ലെയിം ചെയ്തോ പരിശുദ്ധാത്മാവ് നിറയട്ടെ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നീ പ്രാർത്ഥിച്ചാൽ മതി, നിന്റെ കുടുംബത്തെ അഭിഷേകം ഉണ്ടാകും. ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. മത്തായി 12 ഈശോ ദൈവാത്മാവിനെ കുറിച്ച് പഠിപ്പിച്ചത് കഴിഞ്ഞിട്ട് ഈശോ പറഞ്ഞു, ശക്തൻ ആയുധധാരിയായി കാവൽ നിൽക്കുമ്പോൾ അവനെ ബന്ധിക്കാതെ കവർച്ച വസ്തുക്കൾ വീട് കവരാൻ എങ്ങനെ കള്ളന് സാധിക്കും? ഈശോ ചോദിക്കുന്ന ചോദ്യമാണ്, ഈശോ പറയുന്ന ആശയമാണ്. ശക്തിയുള്ളവനാണ് ശക്തൻ. എന്താണ് ശക്തി? ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത്. ഈശോ പറഞ്ഞ സ്വർഗം തരുന്ന ശക്തി എന്താണ്? പരിശുദ്ധാത്മാവ്. ആ ആത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധ അമ്മയോട് സ്വർഗദൂതൻ പറഞ്ഞു, ഈ ആത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അത്യുന്നതന്റെ ശക്തി. ഈ ശക്തിയുള്ളവനാണ് ശക്തൻ. പ്രിയ അപ്പ, അമ്മ, നിങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റണം, എന്റെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ കുഞ്ഞിനെ തൊടാൻ ഞാൻ സമ്മതിക്കുകയില്ല. ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സാന്നിധ്യം മതി. ഈശോ പറഞ്ഞു, നീ ഭൂമിയുടെ ഉപ്പാണ്. 1 കിലോ അരിക്ക് 1 കിലോ ഉപ്പ് വേണ്ട, ഒരു നുള്ളുപ്പ് മതി. നീ മതി ഈശോയ്ക്ക്. നിന്റെ വിശ്വാസം മതി. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചേ. ആ അമ്മ ഈശോയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതുപോലെ, ഈശോയെ, എൻ്റെ മകളെ ക്രൂരമായി പിശാച് ബാധിച്ചിരിക്കുന്നു. നീ പ്രാർത്ഥിക്ക്, വചനം വെച്ച് തന്നെ പ്രാർത്ഥിക്ക്. എൻ്റെ മകനെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. പ്രാർത്ഥിച്ചോ, ദൈവം ഇടപെടും. നിന്നിൽ പരിശുദ്ധാത്മ ശക്തി ഉണ്ടെങ്കിൽ നീ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്നെ മറികടന്ന് നിന്നെ തോൽപ്പിക്കാതെ കുടുംബത്തിൽ കയറി ഭരിക്കാൻ ഒരു തിന്മയ്ക്കും ഒരു കള്ളനും സാധിക്കുകയില്ല. വിശ്വാസത്തോടെ നമ്മൾ പാടി പ്രാർത്ഥിക്കാൻ പോവാണ്. ഈശോയുടെ അഗ്നി, പരിശുദ്ധാത്മ അഗ്നി എന്നിൽ നിറയട്ടെ, ഞാൻ ശക്തി പ്രാപിക്കട്ടെ. ഓ കർത്താവേ, നിന്റെ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്തായി മാറട്ടെ. ചേർന്ന് പാടിക്കേ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അശുദ്ധിയെല്ലാം കത്തിപ്പോട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. മാമോദീസ, കുംഭസാരം, കുർബാന സ്വീകരണം, സ്ഥൈര്യലേപനം, വിവാഹം, വൈദികരാണെങ്കിൽ കാറോയ, ഹൗപ്പുദ്യാക്കന, മിശംശാന, പൗരോഹിത്യം തുടങ്ങിയ പട്ടങ്ങളിൽ ലഭിച്ച പരിശുദ്ധാത്മാഭിഷേകം കൂദാശകളിലൂടെ, ഇപ്പൊ വിവാഹമുണ്ടെങ്കിൽ വിവാഹം എന്ന കൂദാശയോടെ ലഭിച്ചത് നിന്റെ മക്കളുടെ മാമോദീസ സ്വീകരിച്ചപ്പോ നിനക്കും ദൈവം കൃപ നൽകി അവരെ നോക്കാൻ. കൂദാശകൾ ലഭിച്ച പ്രസാദവരം നിന്നിൽ കത്തിപ്പടരാൻ എൻ പ്രിയനെ യേശുവേ രക്ഷക, നിന്റെ കരം ഒന്നുകൂടി എൻ്റെ മേൽ വെക്കണമേ. ഈ അഗ്നി, കൂദാശകളുടെ പരിശുദ്ധാത്മ അഗ്നി എന്നിൽ കത്തിപ്പടരട്ടെ. ചേർന്ന് പ്രാർത്ഥിച്ചേ എൻ പ്രിയനെ.
പ്രിയനേ യേശുവേ രക്ഷകാ. പ്രിയനേ യേശുവേ രക്ഷകാ. നിൻ കരമെൻ മേൽ വയ്ക്കാം, ശുദ്ധി ചെയ്യന്നേ. ഓ കർത്താവേ, നിൻ കരമെൻ മേൽ വയ്ക്കാം, ശുദ്ധി ചെയ്യന്നേ. ഓ കർത്താവേ, നിന്റെ അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, നിൻ എല്ലാ കുടുംബത്തിന്റെ മേലും എല്ലാ മക്കളുടെ മേലും നിന്റെ കുടുംബത്തിലെ 4 കോണുകളും ഓരോ മൺതരികളും ഓരോ ചുവരുകളും യേശു നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പൗരോഹിത്യാധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു. ആത്മാവാകുന്ന അഗ്നി ഇറങ്ങി എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തി ലഭിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഈശോയേ, കർത്താവേ, എല്ലാ പൈശാചിക സ്വാധീനങ്ങളും മന്ത്രവാദം ശുദ്രവിദ്യകൾ കെട്ടുകൾ പൊട്ടട്ടെ യേശുനാമത്തിൽ. ബുദ്ധിയുടെ അന്ധകാരം യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ആത്മീയ മേഖലയിൽ അഹങ്കാരം യേശുനാമത്തിൽ മാറിപ്പോകട്ടെ മാറിപ്പോകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഭാരത രാഷ്ട്രത്തെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ പത്രോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നത് പോലെ സ്വാതന്ത്ര്യം തിന്മയ്ക്കുള്ള ആവരണമാക്കി മാറ്റുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അധികാരത്തിലിരിക്കുന്നവർ മുതൽ താഴേക്കിടയിൽ ഉള്ളവർ വരെ തങ്ങളുടെ സ്വാതന്ത്ര്യം, തങ്ങൾക്കുള്ള അധികാരം ദുർവിനിയോഗം ചെയ്ത് സ്വാതന്ത്ര്യത്തിന് എതിരായി മറ്റുള്ളവരെ അടിമകളായി അടിമത്തത്തിലേക്ക് തള്ളിവിടുന്ന ജീവിത രീതിയിലുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാടുന്നു, ദാഹിച്ച് നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്ന് ഇറങ്ങി വന്ന്. ഇങ്ങനെയുള്ള ഭാരത മക്കളിലേക്ക് പരിശുദ്ധാത്മാവെ വസിക്കണമേ. പ്രാർത്ഥിച്ചേ, ദാഹിച്ച് നിന്നെ ഞാൻ തേടുന്നു, നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. പ്രാർത്ഥിച്ചേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, ഓ കർത്താവേ, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. പ്രധാനമന്ത്രിയെ സമർപ്പിക്കുന്നു, പ്രസിഡന്റിനെ സമർപ്പിക്കുന്നു, എല്ലാ സെൻട്രൽ മിനിസ്റ്റേഴ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, MP-മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇറങ്ങട്ടെ ഇറങ്ങട്ടെ ഇറങ്ങട്ടെ, ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങട്ടെ ഇറങ്ങട്ടെ. ചേർന്ന് പ്രാർത്ഥിച്ചേ. എല്ലാ രാഷ്ട്രീയ അധികാരികൾ, സെൻട്രൽ തലത്തിലെ എല്ലാ രാഷ്ട്രീയ അധികാരികളും ഉന്നതാധികാരികളും പൊളിറ്റിക്കൽ ലീഡേഴ്സ് പരിശുദ്ധാത്മാവ് നിറയട്ടെ നിറയട്ടെ നിറയട്ടെ. സംസ്ഥാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളെയും മുഖ്യമന്ത്രിമാർ, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആയിട്ടുള്ള എല്ലാവരെയും സമർപ്പിക്കുന്നു. എല്ലാ MLA-മാരും, പൊളിറ്റീഷ്യൻസ്, ജനപ്രതിനിധികൾ, ദൈവാത്മാവ് ഇറങ്ങട്ടെ. ദാഹിച്ചു പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ ഭരണാധികാരികളുടെ മേൽ, സംസ്ഥാന ഭരണാധികാരികളുടെ മേൽ ദൈവാത്മാവ് നിറയട്ടെ. ഇന്ത്യ മുഴുവനിലും ദൈവാത്മാവ് കത്തിപ്പെടട്ടെ. ചേർന്ന് ദാഹിച്ചു പ്രാർത്ഥിച്ചേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, ദൈവമേ നിറയട്ടെ നിറയട്ടെ നിറയട്ടെ. ഞങ്ങളുടെ അധികാരികളെല്ലാം വിശദീകരിക്കപ്പെട്ടെ, കളക്ടർമാര്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ എല്ലാവരും നിറയട്ടെ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ നിറയട്ടെ, കർത്താവ് വാർഡ് മെമ്പേഴ്സ് നിറയട്ടെ, പൊതുപ്രവർത്തകരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് നിറയട്ടെ നിറയട്ടെ. ഭാരതം മുഴുവൻ നവീകരിക്കപ്പെടുന്ന ഈശോയെ, കൈക്കൂലി കറപ്ഷനുള്ള എല്ലാ ആത്മാക്കളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ ഇറങ്ങി വരട്ടെ ഇറങ്ങി വരട്ടെ ഇറങ്ങി വരട്ടെ. അന്ധവിശ്വാസ ജനതയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങാൻ ദാഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദാഹിച്ചു പ്രാർത്ഥിച്ചു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. നാനാജാതി മതസ്ഥരായ
എല്ലാവരെയും സമർപ്പിച്ച് ദൈവാത്മാവ് നിറയാൻ പ്രാർത്ഥിച്ചേ. നിന്നെ ഞാൻ തേടുന്നു. ഓ നിറയട്ടെ നിറയട്ടെ നിറയട്ടെ. സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ. ഭാരത കത്തോലിക്ക സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. CCBI അവിടെയുള്ള എല്ലാ മെത്രാന്മാരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവരിലേക്ക് ദൈവാത്മാവ് നിറയട്ടെ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടട്ടെ. അഭിമന്യ പിതാക്കന്മാർ, കർദിനാൾമാർ, ആർച്ച് ബിഷപ്പ്മാർ നിറയട്ടെ നിറയട്ടെ. നിന്നെ ഞാൻ തേടുന്നു. സഭയെ നയിക്കട്ടെ ശുദ്ധതയിൽ. ദൈവാത്മാവിന്റെ സ്വാതന്ത്ര്യത്തിൽ സഭയെ നയിക്കാൻ കണ്ണുനീരോടൊന്ന് പ്രാർത്ഥിക്കാവോ? പ്രിയമക്കളെ, എല്ലാ വൈദികരെ സമർപ്പിച്ച്, എല്ലാ സിസ്റ്റേഴ്സിനെ സമർപ്പിച്ച് നല്ല ദൈവവിളികൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ച്. കേരള സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച്. കേരള സഭ കടന്നു പോകുന്ന പ്രതിസന്ധികൾ, മെത്രാന്മാർ, ആർച്ച് ബിഷപ്പ്മാർ, കർദിനാൾ, വൈദികർ, ദൈവാത്മാവ് തീരുമാനങ്ങളിലേക്ക് എല്ലാത്തിലേക്ക് ഇറങ്ങി വരട്ടെ. ഈശോയെ, ദിവ്യകാരുണ്യമേ, ഇറങ്ങി വരണമേ. ചിതറിക്കപ്പെടുന്ന കേരളത്തിലെ വിശ്വാസികളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച്. നിന്നെ ഞാൻ ദാഹിക്കുന്ന കർത്താവേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്തതാണല്ലോ ഏറ്റവും വലിയ കുഴപ്പം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ, ഭാരതത്തിന് മുഴുവനും മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ഇതാണ്: ആത്മാവായ ദൈവമേ, ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ. ഞങ്ങൾ പ്രാർത്ഥിച്ച മേഖലകൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ മക്കൾ തിരുരക്തത്താൽ അഭിഷേകം ചെയ്യപ്പെടട്ടെ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യപ്പെടട്ടെ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യപ്പെടട്ടെ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യപ്പെടട്ടെ. തിരുരക്തത്താൽ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. പാടിക്കേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ. നിറയട്ടെ നിറയട്ടെ. നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ മേഖലകളും, നമ്മുടെ കുടുംബങ്ങൾ, മക്കൾ, കോർണറുകൾ, ഓരോ മൺതരികളും തിരുരക്തം കൊണ്ട് നിറയപ്പെടട്ടെ. തിരുരക്തത്താൽ അഭിഷേകം. ഈശോയുടെ തിരുരക്തം എല്ലാ പാപങ്ങളും നമ്മളെ ശുദ്ധീകരിക്കുന്നു. നിറയട്ടെ നിറയട്ടെ. തിരുരക്തം നിറയട്ടെ. പരിശുദ്ധി നൽകണേ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച്, വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. പഠിക്കേ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച്. വചനം നിറയട്ടെ, വചനം നിറയട്ടെ, വചനം നിറയട്ടെ. വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. ഒന്നുകൂടി പാടിക്കോ, ഒന്നുകൂടി പാടിക്കോ, ഒന്നുകൂടി പാടിക്കേ. ഭാരതം മുഴുവൻ ഈശോയുടെ വചനം കൊണ്ട് നിറയട്ടെ. കേരള സഭ മുഴുവൻ ഈശോയുടെ വചനം കൊണ്ട് നിറയട്ടെ. ഞാൻ പറയുന്ന വചനം ആത്മാവും ജീവനുമാണ്. യോഹന്നാൻ 6. വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിറയട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ പ്രകടമായി ഉണ്ടാകട്ടെ. ഈ ആരാധന എവിടെയെല്ലാം എക്കോ ചെയ്യപ്പെടുന്നു, എവിടെയൊക്കെ പ്ലേ ചെയ്യപ്പെടുന്നു, അന്തരീക്ഷം മുഴുവനും വചനം കൊണ്ട് നിറഞ്ഞ് അന്ധകാര ശക്തിയുടെ ബന്ധനങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കട്ടെ. സാക്ഷ്യങ്ങൾ ലഭിക്കട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് സാക്ഷ്യങ്ങൾ ലഭിക്കട്ടെ. ആത്മാവാം ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് വെക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 10-ാം തിരുവചനം. ഈശോ പിശാചിനോട് കൽപ്പിച്ചു, സാത്താനെ, ദൂരെ പോവുക, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ പൂജിക്കാവൂ എന്നെഴുതപ്പെട്ടിരിക്കുന്നു. വചനം ഏറ്റുപറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാവോ? മത്തായി 4:10. യേശു കൽപ്പിച്ചു, സാത്താനെ, ദൂരെ പോവുക, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. വചനം ഏറ്റുപറഞ്ഞുള്ളി പ്രാർത്ഥിക്കാവോ? യേശു പിശാചിനോട് പറഞ്ഞു,
സാത്താനെ ദൂരെ പോവുക. കമാൻഡ് ചെയ്ത് പ്രാർത്ഥിച്ചോ, കമാൻഡ് ചെയ്ത് പ്രാർത്ഥിച്ചോ, കമാൻഡ് ചെയ്ത് പ്രാർത്ഥിച്ച് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ച് മത്തായി 4:10 ഉപയോഗിച്ച് പ്രാർത്ഥിച്ചോ. ഈശോ പിശാചിനോട് കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക. മർക്കോസ് 16:17 വിശ്വസിക്കുന്നതിന് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവൻ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കും. ആദ്യത്തെ അടയാളമാ വിശ്വാസിയുടെ. പിശാച് പുറത്തു പോകും. കൽപ്പിക്ക്. മത്തായി 4:10 കൽപ്പിക്ക്. യേശു പിശാചിനോട് കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക. കൽപ്പിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മത്തായി 4:10 യോഗ്യതയാൽ യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക. കർത്താവെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളിൽ നിന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും യേശു നാമത്തിൽ പൗരോഹിത്യ അധികാരത്തിൽ ഈശോയെ വലിയ സ്വാതന്ത്ര്യം കടന്നു വരാൻ തടസ്സമായി നിൽക്കുന്ന അന്ധകാര ശക്തികൾ, ദുഷ്ടാരൂപികൾ യേശുവിൻ്റെ നാമത്തിൽ എന്നേക്കുമായി നിർവീര്യമായി പോകട്ടെ. ഈശോനെ കുരിശിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കട്ടെ. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളുടെ ഈശോയെ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശന്ദല ഹബല ഹലബരി അരി 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 യേശു ഹല ബക്കരബിക്കത്തോന ശന്ദിയന ബക്കരബിയ യേശു ഹല ഹല ബക്കരബിയ ശന്ദിയന ഹത്തരബ ശന്ദരകര ബക്കരബിക്കത്തോന ശന്ദിയന ബക്കരബിക്കത്തോന ഹലബരി അരിയ യേശു ഹത്തരബരിയ യേശു 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 യേശു. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, ഒത്തിരിയേറെ അടയാളങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ പറഞ്ഞു. സ്വീകരിച്ചോ. ഹല്ലേലൂയ. ആത്മാവ് നിറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ സ്നേഹമുള്ളവരെ 5 ദിവസത്തെ അമ്മയോടൊപ്പമുള്ള സ്വർഗാരോപിതയെ ധ്യാനിച്ചുള്ള നമ്മുടെ യാത്ര ഇവിടെ പൂർണ്ണമാകുന്നു. യഥാർത്ഥമായ ഒരു ധ്യാനം നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി ശാലോം TV-ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ? നമുക്കൊന്ന് ആരാധിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.